സൂറത്തുൽ അംബിയയിലെ 40 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൂർത്തിയാക്കിയത്. 41-ാമത്തെ വാക്യവും കൂടെ വായിച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. 41-ാമത്തെ വാക്യം മുതൽ ഈ ക്ലാസ്സിൽ നമുക്ക് വായിച്ച് ചർച്ച തുടരാം. 41. നിനക്ക് മുമ്പ് പല റസൂലുകളും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവരെ പുച്ഛിച്ചവരിൽ ഏതൊന്നിനെ സംബന്ധിച്ച് അവർ പരിഹസിച്ചിരുന്നുവോ അത് വന്നെത്തുക തന്നെ ചെയ്തു. പണ്ടത്തെ കഥകൾ പറയുകയാണ്. പണ്ട് ഇതുപോലെ റസൂലുമാർ വന്നിട്ട് അവർ പറഞ്ഞതൊന്നും ആളുകൾ അംഗീകരിച്ചില്ല, അവരെ പുച്ഛിച്ചു. അപ്പോൾ അവരുടെ നാടാകെ തൂഫാനാക്കി അവരെ ശിക്ഷിച്ചു. ഈ കഥ 13 കൊല്ലം മുഹമ്മദ് അവിടെ നിത്യവും ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഓരോ നാട്ടിലും നടന്നതായിട്ട് ഒരുപാട് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ ഈ കഥകളൊന്നും മുഹമ്മദ് പറയുന്ന കഥയുമായിട്ട് യാതൊരു ബന്ധവുമുള്ള കഥകളായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈ നാട്ടിൻപുറങ്ങളിലൊന്നും ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളുണ്ടായി എന്ന് പറയപ്പെടുന്ന അറേബ്യക്ക് ചുറ്റുമുള്ള നാടുകളിലൊന്നും അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവമോ അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു ദൂതനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ മുഹമ്മദ് ഉണ്ടാക്കിയ കള്ളക്കഥകളാണ്. മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിന് ബലം നൽകാൻ വേണ്ടി മുഹമ്മദ് കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളാണ്. അവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന മറ്റ് കഥകളെ മുഹമ്മദിൻ്റെ കഥയാക്കിയിട്ട് മാറ്റി അവതരിപ്പിക്കുന്നതാണ് ഇതെല്ലാം. ഇനി ഈ പറഞ്ഞതുപോലെ ഒരു പ്രവാചകനെ പുച്ഛിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്താൽ ഉടനെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരും എന്ന് പറയുകയും ആ ശിക്ഷ ഇതാ നിങ്ങൾക്ക് ഉടനെ വരാൻ പോകുന്നു എന്ന് മക്കക്കാരെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ് മുഹമ്മദ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ ഇതുവരെ വായിച്ച ഖുർആൻ അധ്യായങ്ങളിലെല്ലാം കണ്ടു. പക്ഷേ മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോഴോ മുഹമ്മദ് അവിടുന്ന് നാട് വിട്ടു പോയതിന് ശേഷമോ ഒന്നും ഈ മക്കക്കാർക്ക് അള്ളാഹുവിൻ്റേതായ ഒരു ശിക്ഷയും വന്നിട്ടില്ല. മറിച്ച് മുഹമ്മദ് സ്വന്തമായി ചതി പ്രയോഗിക്കുകയും അക്രമത്തിന് കോപ്പുകൂട്ടുകയും ചെയ്തതിന് ശേഷം അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായി എന്നല്ലാതെ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം അവരെ ആരെയും ശിക്ഷിച്ചതിന് യാതൊരു തെളിവുമില്ല. ഇത് മക്കക്കാരെ ശിക്ഷിച്ചതിന് തെളിവില്ല എന്ന് മാത്രമല്ല, ലോകത്ത് ഇന്നുവരെ എവിടെയും അങ്ങനെ ഏതെങ്കിലും ഒരു ദൈവം ആ ദൈവം പറഞ്ഞയച്ച ദൂതനെ ധിക്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ ആ ദൈവമല്ലാത്ത വേറെ ദൈവങ്ങൾ ആരാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാക്കിയതിന് ചരിത്രത്തിലോ ഭൂമിശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ നരവംശാസ്ത്രപരമായിട്ടോ അതല്ലെങ്കിൽ ആർക്കിയോളജിക്കലായിട്ടോ ഒന്നും ഒരു തെളിവും മനുഷ്യന് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു മുഹമ്മദൻ കെട്ടുകഥ മാത്രമായിരുന്നു എന്ന് വ്യക്തമാണ്. 42. ചോദിക്കുക, പരമകാരുണികനായുള്ളവനിൽ നിന്ന് രാത്രിയും പകലും ആരാണ് നിങ്ങളെ കാത്തുരക്ഷിക്കുന്നത്? എന്നാൽ അവർ തങ്ങളുടെ രക്ഷിതാവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാകുന്നു. ഇവിടെ ഈ പരമകാരുണികനായ രക്ഷിതാവ് എന്നൊക്കെ പറയുന്നത് എല്ലാ ദൈവങ്ങൾക്കും ബാധകമാണ്. മനുഷ്യർ ഓരോ കാലത്തും ഓരോ പ്രദേശത്തും അവരവരുടേതായ ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നു. ആ ദൈവങ്ങളുടെ കോപം കൊണ്ടാണ് അവർക്ക് ആപത്തുകൾ ഉണ്ടാകുന്നത് എന്ന് കരുതിയിരുന്നു. ആ ദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് അവർക്ക് പല നേട്ടങ്ങളും ഉണ്ടാകുന്നത് എന്നൊക്കെ അവർ കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ഈ പറയുന്നത് പോലെ അവരവരുടെ ദൈവങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവരവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയും അവരവരുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ട ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ലോകത്ത് ജീവിച്ചു വന്നത്. അതെല്ലാം വ്യാജമാണെന്നും അതിനൊന്നും യാതൊരു ഫലവും ഉണ്ടാവില്ല എന്നും അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തിനെ മാത്രമേ പ്രാർത്ഥിച്ചാൽ കാര്യം കിട്ടുള്ളൂ എന്നും ഒക്കെ പറയണമെങ്കിൽ ആ പറയുന്നതിന് എന്തെങ്കിലും തെളിവ് ഒന്നുകിൽ അള്ളാഹു കൊണ്ടുവരണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വക്കീലായി വന്ന ആൾക്കാർ കൊണ്ടുവരണം. അത് നിരന്തരം മക്കക്കാർ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടിട്ടോ മുഹമ്മദിന് യാതൊരു തെളിവും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നോ അല്ലെങ്കിൽ അള്ളാഹുവിനെ അല്ലാത്തവരെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉപദ്രവിക്കുമെന്നോ ഉള്ള യാതൊരു അനുഭവവും അവർക്ക് അതുവരെ ഉണ്ടായിരുന്നില്ല. അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയ മുഹമ്മദിനോട് അത് ഉണ്ടാക്കി കാണിച്ചുകൊണ്ടെങ്കിലും തങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുക എന്ന് അവർ നിരന്തരം ആവശ്യപ്പെട്ടു. അവിടെയും മുഹമ്മദ് സമ്പൂർണ്ണമായി പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ നമ്മൾ യുക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ കച്ചവടം ചെയ്യാൻ നടക്കുന്ന വിശ്വാസികളായ അല്ലെങ്കിൽ വിശ്വാസ കച്ചവടക്കാരായ ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ള വളരെ യുക്തിപരമായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. ദൈവം എന്നൊരു സങ്കല്പം മനുഷ്യർക്ക് ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അത് ഒരു ദൈവമാണോ, ഒന്നിലധികം ദൈവമാണോ, 3 ദൈവമാണോ, മുക്കൂട്ട് ദൈവങ്ങളാണോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും അവർക്ക് പലതരത്തിലുള്ള സങ്കല്പങ്ങളും കഥകളും ഉണ്ടായിരുന്നു.
ഈ കഥകളനുസരിച്ച് അവരെല്ലാവരും ദൈവം എന്ന് പറയുന്ന കഥാപാത്രങ്ങളെ ആരാധിക്കുകയും ആ ദൈവങ്ങളുടെ കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും ജീവിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ഈ ദൈവങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയോ അതല്ലെങ്കിൽ ഇന്ന ആളാണ് ഒറിജിനൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ദൈവങ്ങളൊക്കെ വ്യാജമാണ് എന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു ദൈവം എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തമോ തെളിവോ ആയിട്ട് ലോകത്തെവിടെയെങ്കിലും വരികയോ ചെയ്തിട്ടില്ല. നമ്മുടെ ചോദ്യം ഇതാണ്, ഈ ഇസ്ലാമിൻ്റെ ഈ ഖുർആനിൻ്റെ കഥയിൽ പറയുന്നതനുസരിച്ച് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം മാത്രം ഒറിജിനലും ബാക്കി ലോകത്ത് മനുഷ്യർ ആരാധിച്ചു വന്നിരുന്ന 900 ദൈവങ്ങൾ വ്യാജവും ആണ് എങ്കിൽ ഈ ഒറിജിനൽ ദൈവം എന്തിനാണ് ഒളിച്ചിരുന്നിട്ട് ഒരു തെളിവും കൊടുക്കാതെ വ്യാജ ദൈവങ്ങൾ എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അതേപോലെ തന്നെ മനുഷ്യന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഏർപ്പാടുകളൊക്കെ നടത്തി തെറ്റിദ്ധാരണയും കബളിപ്പിക്കലും നടത്തുന്നത്, കപട നാടകം നടത്തുന്നത് എന്തിനാണ്? ഒറിജിനൽ ദൈവം താനാണെന്നും മറ്റു ദൈവങ്ങൾ വ്യാജരാണ് എന്നും പറഞ്ഞ് അവകാശപ്പെട്ട് വരുന്നവർ ആ വ്യാജ ദൈവങ്ങളാണ് എന്നതിനോ ഒറിജിനൽ ദൈവമാണ് എന്നതിനോ എന്തെങ്കിലും ഒരു അനുഭവവേദ്യമാകുന്ന തെളിവ് കാണിക്കണ്ടേ? അങ്ങനെ ഒരു തെളിവ് ഇവരാരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഈ മുഹമ്മദ് കാണിച്ചിട്ടുണ്ടോ? മുഹമ്മദിന് ശേഷം ഇന്ന് വരെ ലോകത്തെവിടെയെങ്കിലും നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്നിപ്പോൾ ലോകത്തെവിടെയെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന ഒറിജിനൽ ദൈവം മറ്റു ദൈവങ്ങൾ വ്യാജ ദൈവങ്ങളുമാണ് എന്നതിന് എന്തെങ്കിലും തെളിവ് നമ്മുടെ മുമ്പിലുണ്ടോ? അള്ളാഹുവിൻ്റെ പള്ളി പൊളിച്ചിട്ടാണ് ഇപ്പോൾ രാമക്ഷേത്രം അവിടെ പണിയുന്നത്. അള്ളാഹുവിൻ്റെ മലക്കുകളും അള്ളാഹുവിൻ്റെ അബാബീൽ പക്ഷികളൊക്കെ എവിടെ കടന്നുറങ്ങുകയാണോ? ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നം എത്ര കാലമായി തുടങ്ങിയിട്ട് അവിടെ അള്ളാഹു യഹോവയും തമ്മിലാണുള്ള യുദ്ധം. എന്നിട്ട് യഹോവ വ്യാജനും അള്ളാഹു ഒറിജിനലുമാണ് എന്നതിന് എന്ത് തെളിവാണ് നമ്മളവിടെ കാണുന്നത്? അവിടെ കയ്യൂക്കുള്ളത് തൽക്കാലം ഇസ്രായേലിനാണ് എന്നതുകൊണ്ട് ഇസ്രായേലാണ് എപ്പോഴും വിജയിക്കുന്നത്. അതിൻ്റെ അർത്ഥം യഹോവ ഒറിജിനൽ ദൈവവും അള്ളാഹു വ്യാജനും എന്ന് നമ്മളാരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. മനുഷ്യൻ്റെ ചരിത്രത്തിൽ എവിടെയും ഒരു ദൈവവും മനുഷ്യനെ നേരിട്ട് വന്ന് സഹായിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതിൻ്റെ യാതൊരു തെളിവുമില്ല. എന്തിനാണ് ഈ ദൈവങ്ങൾ ആകാശത്തിൻ്റെ മുകളിൽ തട്ടിൻ പുറത്ത് ഒളിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. അവർ നമ്മുടെ മുമ്പിൽ കൊണ്ട് വന്ന് ഇറങ്ങണമെന്നൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന, നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബോധ്യമാവുന്നുണ്ടല്ലോ. നമ്മൾ ഭൂമി ഉണ്ട് എന്ന് ബോധ്യമാവുന്നുണ്ട്, വായു ഉണ്ട് എന്ന് ബോധ്യമാവുന്നുണ്ട്, ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് ബോധ്യമാവുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, കാണാൻ പറ്റാത്ത കാര്യങ്ങളിലും നമുക്ക് ബോധ്യമുണ്ട്. എന്തേ ഈ ദൈവങ്ങൾക്ക് ഒറിജിനലും വ്യാജരും എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ കബളിപ്പിക്കുന്നതിന് പകരം, മനുഷ്യർക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഒളിച്ചിരിക്കുന്നതിന് പകരം താൻ ഒറിജിനൽ ദൈവമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും ഒരു സോളിഡായ തെളിവുമായി വന്നുകൂടാ, എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തവുമായി വന്നുകൂടാ എന്നതാണ് ന്യായമായ നമ്മുടെ ചോദ്യം. അതേ ചോദ്യം തന്നെയാണ് അന്ന് മക്കക്കാരായിട്ടുള്ള യുക്തിചിന്തകരായിട്ടുള്ള ആ മനുഷ്യരും മുഹമ്മദിനോട് ചോദിച്ചത്. അതിനവരെ തെറി പറയുകയും ചീത്ത പറയുകയും ഭീഷണിപ്പെടുത്തുകയും പയ്യാരം പറയുകയും അല്ലാതെ എന്തെങ്കിലും ഒരു തെളിവ് ഈ ഖുർആനിലൂടെ മുഹമ്മദ് നൽകിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. 43. അഥവാ നമ്മളിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന വല്ല ഇലാഹുകളും അവർക്കുണ്ടോ? അവർക്ക് തങ്ങളെ തന്നെ സഹായിക്കുവാൻ സാധിക്കുന്നതല്ല, അവർക്ക് നമ്മുടെ ഭാഗത്തു നിന്നും തുണയ്ക്കപ്പെടുന്നതുമല്ല. ഇതേ കാര്യം മറ്റു ദൈവങ്ങൾക്കും പറഞ്ഞുകൂടെ? മറ്റു ദൈവങ്ങളുടെ വക്കീലന്മാരായി വരുന്ന ഏജൻറ്റുമാർക്കും അവരുടെ തൊള്ള കൊണ്ട് ഇതേ വടായി പറഞ്ഞൂടെ? ഡിങ്കനല്ലാതെ നിങ്ങളെ രക്ഷിക്കുന്നില്ല. ഡിങ്കനിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് മറ്റു ദൈവങ്ങളൊന്നും നിങ്ങളെ രക്ഷിക്കുന്നില്ല എന്ന് ഡിങ്കോയിസ്റ്റുകൾക്കായി പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ ഒരു ഡിങ്ക മതത്തിൻ്റെ പ്രവാചകനായി വന്ന ഒരു വ്യാജ വക്കീലിന് അങ്ങനെയും പറഞ്ഞുകൂടെ? അതുപോലെ ഏത് ദൈവത്തിൻ്റെ ആൾക്കാർക്കും അങ്ങനെ പറഞ്ഞുകൂടെ? ഞങ്ങളെ ദൈവമാണ് നിങ്ങളെ ശിക്ഷിക്കാൻ വരുന്നത്, അതിൽ നിന്ന് മറ്റൊരു ദൈവങ്ങളും നിങ്ങളെ തടയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒറിജിനൽ ദൈവം ഇത് പറയുന്ന ആളുടെ ആളാണെന്നും മറ്റു ദൈവങ്ങളൊക്കെ വ്യാജന്മാരാണെന്നും എന്ന് എങ്ങനെയാണ് തെളിയിക്കുക? എവിടെയാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷ? അള്ളാഹുവിൻ്റെ ശിക്ഷയാണെങ്കിൽ ആ ശിക്ഷ ഇറക്കി കാണിക്കുക എന്ന് വരെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്പുറത്ത് അവിടെയുള്ള ആളുകളുണ്ട്. അവർക്ക് അവരുടേതായ ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. ആ ദൈവസങ്കല്പങ്ങൾ അനുസരിച്ച് അവരെല്ലാ കാര്യങ്ങളെയും നോക്കിക്കണ്ടിരുന്നു. അതിനും ഈ അള്ളാഹു ഈ പറയുന്ന ബടായിക്കും ഒരേ തരം തെളിവുകളേ ഉള്ളൂ. ഇതിനില്ലാത്ത ഒരു തെളിവും മറ്റേതിനില്ല, മറ്റേതിനില്ലാത്ത ഒരു തെളിവും ഇതിനില്ല. അങ്ങനെ എന്തിനാണ് കുറേ ദൈവങ്ങളും കുറേ മതങ്ങളും ഒക്കെ ഉണ്ടാവുന്ന തരത്തിൽ ഈ ദൈവങ്ങൾ ഒളിച്ചിരുന്നു കൊണ്ട് ഈ കള്ളനാടകം കളിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ കള്ളനാടകത്തിന് ഇതിൽ പറയുന്ന ന്യായീകരണം പരീക്ഷണം എന്നാണ്. എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കുകയും എല്ലാം മുൻകൂട്ടി അറിയുകയും ചെയ്യുന്ന ആൾ ഈ പരീക്ഷണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ക്രൂരമായിട്ടുള്ള വിനോദമാണ്, അതൊരു കാപട്യമാണ്. അതിൽ പരീക്ഷണ മൃഗങ്ങളായി
മാറ്റപ്പെടുന്ന ആളുകൾ നിരപരാധികളാണ്. ആ നിരപരാധികളെ ഒരു കപട പരീക്ഷണത്തിലെ പരീക്ഷണ മൃഗങ്ങളാക്കി അവർ ചെയ്യണമെന്ന് ഈ പരീക്ഷകൻ തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തതിൻ്റെ പേരിൽ, അഥവാ ഈ പരീക്ഷണ മൃഗങ്ങളിൽ നിന്നും അയാൾ പ്രതീക്ഷിക്കുന്ന അതേ റിസൾട്ട് ലഭിച്ചു എന്നതിൻ്റെ പേരിൽ ഈ പരീക്ഷണ മൃഗങ്ങളെ അതിക്രൂരമായി നിത്യ നരകത്തിൽ ശിക്ഷിക്കാൻ കാത്തിരിക്കുകയാണ് കരുണാമയനായ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ പരം വിഡ്ഢിത്വവും വൈരുദ്ധ്യവും വേറെ എന്താ ഉള്ളത്? 44. പക്ഷേ ഇക്കൂട്ടർക്കും ഇവരുടെ പിതാക്കൾക്കും നാം സുഖഭോഗം നൽകുകയുണ്ടായി. അങ്ങനെ ആയുഷ്കാലങ്ങൾ അവർക്ക് ദീർഘിച്ചു കഴിഞ്ഞു. എന്നാൽ നാം ഭൂമിയിൽ ചെന്ന് അതിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അത് ചുരുക്കിക്കൊണ്ടുവരുമെന്ന് ഇവർ കാണുന്നില്ലേ? അപ്പോൾ ഇവരാണോ വിജയികൾ? എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതിൻ്റെ സന്ദർഭം വ്യാഖ്യാനങ്ങളിൽ കാണുന്നത് ഇത് മദീനയിൽ ഇറങ്ങിയ ആയത്താണ് എന്നാണ്. മദീനയിൽ എപ്പോഴാണ് ഇറങ്ങിയത്? മക്കയിൽ മുഹമ്മദ് ഈ 13 കൊല്ലം ഇതെല്ലാം പറഞ്ഞ് അവരെ ഇങ്ങനെ അവരുടെ മുമ്പിൽ പരിഹാസ്യനായി ഒടുവിൽ അവരെ കബളിപ്പിച്ചുകൊണ്ട് അവിടുന്ന് മദീനയിലേക്ക് കടന്നു കളയുകയും മദീനയിൽ പോയിട്ട് അവിടെ സൈന്യത്തെ സംഭരിച്ച് വാളെടുത്തിട്ട് ഈ മക്കക്കാരുടെ കച്ചവട സംഘങ്ങളെ അവർ കച്ചവടത്തിന് പോകുന്ന വഴികളിലെല്ലാം പതുങ്ങിയിരുന്നു കൊണ്ട് കൊള്ളയടിക്കാൻ തുടങ്ങി. അങ്ങനെ കൊള്ളയടിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പതിവായി സഞ്ചരിച്ചിരുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ പറ്റാതായി. അവർക്ക് കച്ചവടത്തിന് പോകുന്ന പല മേഖലയിലും ഈ കൊള്ളക്കാരുള്ളത് കാരണം അവർക്ക് അവരുടെ മേഖലകൾ അല്പം ചുരുങ്ങി. അങ്ങനെ ചുരുങ്ങിയ സന്ദർഭത്തിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പേരിൽ ഇവരെ പരിഹസിക്കുകയാണ് ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന ദൈവം. അപ്പോൾ ഈ ദൈവം എത്ര ചീപ്പാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ദൈവത്തിന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് മുഹമ്മദ് അപ്പുറത്ത് പോയിട്ട് മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് സ്വന്തം ഗോത്രത്തെ ഒറ്റിക്കൊടുക്കുകയും അവരുടെ കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കുകയും അവർ പോകുന്ന വഴികളിലൊക്കെ പതുങ്ങിയിരിക്കുകയും ചെയ്തത് കാരണം അവരുടെ മേച്ചിൽപ്പുറങ്ങളുടെ വിസ്തീർണം കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അത് ഏറ്റെടുത്ത് അള്ളാഹു അവരെ ചീത്ത പറയുകയാണ്, അല്ലെങ്കിൽ അവരെ കുറ്റം പറയുകയാണ്. എന്താ അതിൽ പറയുന്നത്? ഇവരുടെ പിതാക്കൾക്കും ഇവർക്കും നാം സുഖഭോഗം നൽകുകയുണ്ടായി. ഇത് മുഹമ്മദിൻ്റെ അസൂയയാണ് ഇവിടെ പറയുന്നത്. കാരണം മുഹമ്മദ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും അള്ളാഹിൻ്റെ ശിക്ഷ വരും എന്ന് പറഞ്ഞ് 13 കൊല്ലം അവിടെ ഇതൊക്കെ പറഞ്ഞു നടന്നിട്ടും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അവർ വളരെ സമ്പൽ സമൃദ്ധിയിൽ മുഹമ്മദിനേക്കാൾ നല്ല രീതിയിൽ അവിടെ ജീവിച്ചു വരികയായിരുന്നു, കച്ചവടം ചെയ്തിട്ടും മറ്റും. അപ്പോൾ അതൊക്കെ അള്ളാഹു അവർക്ക് നീട്ടിക്കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് എട്ടുകാലി മമ്മൂഞ്ഞായി അള്ളാഹു അതിൻ്റെ ആളായി മാറുകയും എന്നിട്ട് ആയുഷ്കാലം അവർക്ക് ദീർഘിച്ചു കൊടുത്തു. അവരുടെ ആയുസ്സും നീട്ടിക്കൊടുത്തതും അള്ളാഹു ആണെന്ന് പറയുന്നത്. എന്നിട്ട് നാം ഇപ്പോൾ ഭൂമിയിൽ ചെന്ന് അതിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അത് ചുരുക്കി കൊണ്ടുവരുന്നു. ഇത് ഇവിടെ ഈ നാം എന്ന് പറയുന്നത് അള്ളാഹു അല്ല, മുഹമ്മദാണ്. മുഹമ്മദ് പോയി ആളെ കൂട്ടി വാളെടുത്ത് കൊള്ളയടിച്ച് അവരുടെ മക്കക്കാരുടെ ആവാസ കേന്ദ്രങ്ങൾ, ആവാസ ഇടങ്ങൾ, അവരുടെ കച്ചവട ഇടങ്ങളൊക്കെ കുറേശ്ശെ കൈയടക്കി വന്ന സമയത്ത് ആ വിജയത്തിൽ അഹങ്കരിച്ചുകൊണ്ട് മുഹമ്മദ് വിളിച്ചു പറയുന്ന വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വാക്യത്തിലുള്ളത്. ഇതിൻ്റെ സന്ദർഭം മദീനയിൽ അവതരിച്ചതാണെങ്കിൽ ഈ വാക്യം എങ്ങനെയാണ് ഈ മക്കയിൽ പയ്യരം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ വന്ന് പെട്ടത് എന്ന് ചോദിച്ചാൽ അതൊക്കെ ഖുർആൻ്റെ ക്രോഡീകരണത്തിൽ വന്നിട്ടുള്ള ഗുരുതരമായ പിടിപ്പുകോട് കൊണ്ട് സംഭവിച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇവിടെ ഈ പറഞ്ഞ വാക്യം അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം മിഥ്യയായിരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. അള്ളാഹുവിനും മക്കയിൽ ഈ 13 കൊല്ലം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം മുഹമ്മദ് പോയിട്ട് വാളെടുത്തിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അതിൻ്റെ വിജയം അള്ളാഹു ഏറ്റെടുക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു എന്ന് പറയുന്നൊരു സാധനം ഇല്ല എന്ന് തന്നെയാണ്. 45 പറയുക, നിശ്ചയമായും വഹി കൊണ്ടത്രേ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നത്. ചെവിടുപൊട്ടന്മാർ അവർക്ക് താക്കീത് നൽകപ്പെടുമ്പോൾ വിളിക്കുന്നത് കേൾക്കുകയില്ല. ഇത് വഹിയല്ല, ഇതൊരു ദൈവത്തിൻ്റെ വഹിയല്ല എന്നതിന് ഈ വാചകം തന്നെയാണ് തെളിവ്. കാരണം ഒരു ദൈവത്തിൻ്റെ വർത്തമാനത്തിൻ്റെ നിലവാരം ഇതിനുണ്ടോ? ചെകിടുപട്ടന്മാരെ നിങ്ങൾ കേൾക്കണില്ല, അത് കേൾക്ക്, വഹിയായിട്ട് ഞാൻ തന്നെ അയച്ചു തരുന്നതിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദൈവം ഇത്രയും നിലവാരം കുറഞ്ഞ വർത്തമാനം പറയാൻ പാടുണ്ടോ? ഇത് വഹിയാണ് എങ്കിൽ അത് വഹിയാണ് എന്നുള്ളതിൻ്റെ തെളിവല്ല അവർക്ക് കൊടുക്കേണ്ടിയിരുന്നത്. ഇത് മുഹമ്മദിൻ്റെ തൊള്ളയിൽ കൂടെയാണ് വരുന്നത്, അതുകൊണ്ടാണ് ഇത് വഹിയല്ല എന്നാണ് അവർ വിശ്വസിച്ചത്, അല്ലെങ്കിൽ അവർ പറഞ്ഞത്. ഇത് വഹിയല്ല എന്നതിൻ്റെ തെളിവാണ് ഈ വഹി എന്നും പറഞ്ഞ് മുഹമ്മദ് പറയുന്ന ഈ വാചകത്തിൽ പ്രയോഗിക്കുന്ന വാക്കുകളും അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയും. കാരണം എടാ ചൂടുപൊട്ടന്മാരെ, നിങ്ങൾക്ക് ഇത് മനസ്സിലാവണില്ല, നിങ്ങളിത് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തെറി പറയുകയാണോ ഒരു ദൈവം തൻ്റെ സൃഷ്ടികളുടെ മുമ്പിൽ ചെയ്യേണ്ടത്? താൻ കൊടുത്തയച്ച സന്ദേശമാണ് ഇത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അവരെ തെറി വിളിക്കുകയാണോ ദൈവം ചെയ്യേണ്ടത്? അങ്ങനെ ചൂടുപൊട്ടന്മാരെ, കണ്ണുപൊട്ടന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് കഴുതകളെ, പോത്തുകളെ, പട്ടികളെ എന്നൊക്കെ പറഞ്ഞ് തെറി വിളിച്ചുകൊണ്ട് ഈ മാതിരി വർത്തമാനം ഒരു മനുഷ്യൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്നാൽ അത് ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്നതാണ് എന്നല്ലേ സാമാന്യ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുക.
ഇതൊക്കെ ദൈവം തൻ്റെ സൃഷ്ടികളോട് പറഞ്ഞു പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ നിലവാരം എന്താണ്? ഇതൊക്കെ വിളിച്ചു പറയുന്ന ആ മനുഷ്യൻ്റെ അതേ നിലവാരമേ ആ ദൈവത്തിനുള്ളൂ എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ മനുഷ്യൻ തന്നെയാണ് ഈ ദൈവം എന്നാണ്. ദൈവത്തിന് ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ വായിലൂടെ മനുഷ്യൻ പറയുന്നത് എറിയൊന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം സൃഷ്ടികളെ ചീത്ത വിളിക്കേണ്ട യാതൊരു ആവശ്യവും വരില്ല. കാരണം ദൈവം സർവ്വശക്തനാണ്, സർവ്വജ്ഞാനിയാണ്, സർവ്വസമ്പൂർണനാണ്, സർവോപരി കാരുണ്യവാനും മഹാനുമൊക്കെയാണ് ദൈവമെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഇത്രയും നിലവാരം കുറഞ്ഞ ഒരു പടി ചെയ്യുമോ? ഇതാണ് യുക്തിപരമായി നമ്മൾ ഈ ഖുർആൻ ഇന്നും താങ്ങിക്കൊണ്ട് നടക്കുന്ന വിശ്വാസികളോടും വിശ്വാസ കച്ചവടക്കാരോടും ചോദിക്കുന്നത്. 46 നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരു കാറ്റ് അവരെ സ്പർശിച്ചാൽ തീർച്ചയായും അവർ പറഞ്ഞു പോകും, ഹാ ഞങ്ങളുടെ നാശം നിശ്ചയമായും ഞങ്ങൾ അക്രമികളായിരുന്നു എന്ന്. അത് എല്ലാ ദൈവവിശ്വാസികളും അവരവരുടെ ദൈവങ്ങളെക്കുറിച്ചേ പറയുള്ളൂ. മക്കാരാണെങ്കിൽ അവർക്കിപ്പോൾ അവിടെ എന്തെങ്കിലും കാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായാൽ അവർ ലാത്തയോടും മനാത്തയോടും ഉസ്സയോടും അല്ലെങ്കിൽ അവർ കാറ്റിനെയൊക്കെ പ്രതിനിധീകരിച്ചിരുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിനോടായിരിക്കും അവർ ഇതുപോലെ പറയുക. ആ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കും അവർ മാപ്പ് പറയുക, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമേ നീ ഞങ്ങൾക്ക് പുറത്ത് തരണേ, നിനക്ക് ഞങ്ങൾ ബലി അറുത്ത് തരാം, നിനക്ക് ഞങ്ങൾ അങ്ങനെ തരാം ഇങ്ങനെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഓരോ കാലത്ത് ഓരോ മനുഷ്യരും ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഞാൻ എൻ്റെ അയൽവക്കത്തുള്ള ഒരു കോളനിയെക്കുറിച്ച് മുമ്പ് ഒരു കഥ പറഞ്ഞിരുന്നു. അവിടുത്തെ വെളിച്ചപ്പാട് ആ കോളനിയിൽ എന്തെങ്കിലും ഒരു അനർത്ഥം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വർഷത്തെ ഉത്സവത്തിന് ഈ മുത്തപ്പൻ ദൈവത്തിൻ്റെ വെളിപാടായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഈ മുത്തപ്പന് വേണ്ട മാതിരി കാര്യങ്ങൾ ചെയ്തു തരാത്തത് കൊണ്ടാണ്, മുത്തപ്പന് ശരിക്കും കള്ള് തരാത്തതുകൊണ്ടാണ്, മുത്തപ്പന് തന്ന കള്ളിൽ ഉറുമ്പുണ്ടായത് കൊണ്ടാണ് മുത്തപ്പൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കോളനിയിലുണ്ടായ ദുരന്തങ്ങൾക്കൊക്കെ മുത്തപ്പൻ ഒരു കാരണം പറയും. മുത്തപ്പൻ്റെ വെളിച്ചപ്പാടായ ചാത്തൻ ഇങ്ങനെ വിളിച്ചു പറയും. ഇതേപോലെ തന്നെ ഓരോരുത്തരും അവരവരുടെ ദൈവങ്ങളുടെ കോപം കൊണ്ടാണ് അവരവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവരവരുടെ ദൈവങ്ങളെ വിളിച്ചാണ് ഇതുപോലെ പ്രാർത്ഥിച്ചിരുന്നത്. അതല്ലാതെ ഒരു കൂട്ടർ കുറേ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു കൂട്ടർ എന്തെങ്കിലും ആപത്തുണ്ടാകുമ്പോൾ വേറൊരു ദൈവത്തിനെ വിളിച്ചിട്ട് അയ്യോ ഞങ്ങൾ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയും എന്നൊക്കെ ഈ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ലോകത്ത് ഒരാളും അങ്ങനെ ചെയ്തിട്ടില്ല. ഇതൊക്കെ മുഹമ്മദിൻ്റെ വികലമായ ഭാവനകൾ മാത്രമാണ്. 47 ഖിയാമത്ത് നാളിൽ നാം നീതിപൂർണമായ ത്രാസുകൾ ഏർപ്പെടുത്തുന്നതാകുന്നു. അതിനാൽ ഒരു ദേഹവും ഒന്നും തന്നെ ദ്രോഹിക്കപ്പെടുകയില്ല. ഒരു കടുകുമണി തൂക്കമായിരുന്നാലും അത് നാം കൊണ്ടുവരുന്നതാണ്. വിചാരണ ചെയ്യുന്നവരായി നാം തന്നെ മതി. ഈ പറയുന്ന അത്രയും വലിയ നീതിമാനാണെങ്കിൽ അവിടെ പരലോകത്ത് മനുഷ്യന്മാരൊക്കെ അവിടെ ജീവിച്ച് മരിച്ചു പോയതിന് ശേഷം അവിടെ വിചാരണ ചെയ്തിട്ട് ഈ തുലാസും കൊണ്ട് കാത്തിരിക്കേണ്ട യാതൊരു കാര്യമില്ല. നീതിമാനാണ് ദൈവമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ദൈവം ഒറിജിനൽ ദൈവം താനാണ് എന്നെങ്കിലും തൻ്റെ സൃഷ്ടികളായ മുഴുവൻ മനുഷ്യരെയും ബോധ്യപ്പെടുത്തുക എന്ന വളരെ നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇയാൾ നീതിമാനാണെങ്കിൽ ചെയ്യേണ്ടത്. അതല്ലാതെ ഇയാൾ തട്ടും പുറത്ത് ഒളിച്ചിരുന്നിട്ട് ഇയാൾ കാക്കത്തൊള്ളായിരം ഏജൻറ്റുമാരെ പറഞ്ഞയച്ച് ഒരുപാട് മതങ്ങളും ഒരുപാട് ദൈവങ്ങളും ലോകത്ത് ഉണ്ടാകുമ്പോൾ അതെല്ലാം നോക്കിയിരുന്നു കൊണ്ട് ആരാണ് ഒറിജിനലും വ്യാജനയും തിരിച്ചറിയുന്നത് എന്ന് നോക്കിയിരിക്കുകയും ഒറിജിനലിനെയും വ്യാജനയും തിരിച്ചറിയാൻ വേണ്ട യാതൊരു കഴിവും മനുഷ്യർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ട് ഈ പണി ചെയ്യുന്നുവെങ്കിൽ ഇയാൾ നീതിമാനല്ല. ഇയാൾ കാര്യമായ എന്തോ തകരാറുള്ള ഒരു ക്രൂര വിനോദക്കാരനായ ഒരു മനോരോഗിയാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. അതല്ല ആ കാലത്ത് മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന വിഷയം. ഉള്ള ദൈവം ഏത് എന്നതായിരുന്നു പ്രശ്നം. ഓരോ നാട്ടിലും ഓരോരുത്തർക്കും വേറെ വേറെ ദൈവങ്ങളാണെന്നുണ്ടായിരുന്നത്. അത് മനുഷ്യൻ്റെ കുഴപ്പമല്ല. അത് ഒറിജിനൽ ദൈവം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അയാൾ ഒളിച്ചിരുന്നിട്ട് ഇത്രയും ദൈവങ്ങൾ ഇവിടെ ഉണ്ടാവാനും ഇത്രയും ദൈവങ്ങളെ മനുഷ്യർ ആരാധിക്കാനും ഇത്രയും മതങ്ങൾ ഉണ്ടാവാനും അത് മനുഷ്യർ തമ്മിൽ അതിൻ്റെ പേരിൽ തമ്മിലടിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം കണ്ട് ആകാശത്ത് ഒളിഞ്ഞിരുന്ന് ചിരിക്കുകയാണോ ഈ ദൈവം ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവം എങ്ങനെ നീതിമാനാവുന്നത്? എന്നിട്ട് ഈ മനുഷ്യർക്ക് ഇതൊന്നും ഒറിജിനൽ ഏതാണ് വ്യാജം ഏതാണെന്ന് ഒരു നിലക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം ഓരോരുത്തരും അവരവരുടെ പാരമ്പര്യം അനുസരിച്ച് നിഷ്കളങ്കമായി അവരവരുടെ ദൈവത്തിനെ ആരാധിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ നിത്യനരകത്തിലിട്ട് ശിക്ഷിക്കാൻ വേണ്ടി തുലാസും കൊണ്ട് കാത്തിരിക്കുകയാണ് നീതിമാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ കാത്തിരിക്കുന്ന ഒരാളെ നീതിമാൻ എന്ന് വിളിക്കണമെങ്കിൽ അത് വിളിക്കുന്ന ആളുകൾക്കും കാര്യമായ തകരാറുണ്ടായിരിക്കണം. 48 മൂസായ്ക്കും ഹാറൂനും നാം വിവേചന പ്രമാണവും വെളിച്ചവും ഭക്തജനങ്ങൾക്കുള്ള ഉത്ബോധനവും നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് മൂസക്കഥ ഇബ്രാഹിം കഥ എന്ന് പറഞ്ഞിട്ട് പഴങ്കഥകൾ പറയുകയാണ്. ഇവിടെ മൂസായ്ക്ക് നാം ഒരു പ്രമാണം വിവേചന പ്രമാണം നൽകിയിട്ടുണ്ട്, വെളിച്ചം നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്.
എന്തേ മൂസാക്ക് നൽകിയതുപോലെ ഒരു പ്രമാണം മുഹമ്മദിന് നൽകാതിരുന്നത്? മുഹമ്മദിൻ്റെ കയ്യിൽ പ്രമാണമുണ്ട് എന്ന് മുഹമ്മദ് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ 13 കൊല്ലം മുഹമ്മദിൻ്റെ കയ്യിൽ എന്ത് പ്രമാണം ഉണ്ടായിരുന്നത്? ഈ മക്കാരെ തെറി വിളിച്ചുകൊണ്ട് നടക്കുന്ന, ഈ തെറിപ്പാട്ടും പൂരപ്പാട്ടും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാചകങ്ങളല്ലാതെ മുഹമ്മദിൻ്റെ കയ്യിൽ എന്ത് വേദപ്രമാണം ഉണ്ടായിരുന്നത്? ഒരു വേദപ്രമാണവും ഇല്ല. എന്നാൽ മുഹമ്മദ് ഈ പറയുന്ന കഥയിൽ മൂസാക്ക് അള്ളാഹു അവിടുന്ന് ആകാശത്ത് നിന്ന് ഒരു പ്രമാണം കൊണ്ടുവന്ന് കൊടുത്തു എന്നുള്ള കഥയാണ് പറയുന്നത്. ഒരു മലയുടെ മുകളിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ പ്രമാണം കൊടുത്തു എന്ന് പറയുന്ന കഥയുണ്ട്. അത് ബൈബിൾ കഥയിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. അവിടെ യഹോവയാണ് അവിടെ വന്നത്. ആ യഹോവനെ പിടിച്ചിട്ട് അള്ളാഹു ആക്കിക്കൊണ്ട് മൂസയുടെ കഥ ഇവിടെ ആവർത്തിക്കുകയാണ് മുഹമ്മദ് ചെയ്യുന്നത്. അപ്പം മക്കാർ സ്വാഭാവികമായിട്ടും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആകാശത്ത് പോയിട്ട് നീയും കൊണ്ടുവാ, ഒരു പുസ്തകം കൊണ്ടുവാ, ഒരു ഗ്രന്ഥം കൊണ്ടുവാ, അല്ലെങ്കിൽ ഒരു പ്രമാണം കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോൾ എന്താ മുഹമ്മദ് അതിന് മറുപടി പറഞ്ഞത്? ഒരു മറുപടിയില്ല, ബബ്ബെ അടിക്കുകയായിരുന്നു. അങ്ങനെ മൂസാക്ക് കൊടുത്തതുപോലെ ഒരു പ്രമാണം എന്തേ മുഹമ്മദിന് കൊടുക്കാതിരുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രമാണം ഇരിക്കുന്നത് മുഹമ്മദ് കൊണ്ടുവന്ന പ്രമാണം അല്ല. മുഹമ്മദ് എന്തൊക്കെയോ 23 കൊല്ലം മുഹമ്മദിൻ്റെ ഓരോ ജീവിത സാഹചര്യത്തിനനുസരിച്ച് പരസ്പര വിരുദ്ധമായി പലതും വിളിച്ചു പറയുകയും പല മണ്ടത്തരങ്ങളും പറയുകയും ആ മണ്ടത്തരങ്ങളിൽ നിന്ന് കിട്ടിയതെല്ലാം കൂടെ വാരിക്കൂട്ടി യാതൊരു ക്രമവുമില്ലാതെ തുന്നിക്കൂട്ടി മുഹമ്മദ് മരിച്ച് 10-20 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മറ്റാരോ ഒരു പുസ്തകം ഉണ്ടാക്കി വെച്ചിട്ട് ആ പുസ്തകമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രമാണം എന്നും പറഞ്ഞിട്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ മുഹമ്മദ് ഇറക്കിയ പ്രമാണങ്ങൾ മുഴുവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഇതിൻ്റെ ആൾക്കാർ തന്നെ പറയുന്നു. ഈ ഖുർആൻ്റെ ചരിത്രം പറയുന്നവർ തന്നെ പറയുന്നു ഇതിൻ്റെ 4-ൽ 1 അല്ലെങ്കിൽ 5-ൽ 1 മാത്രമേ ഇതിനകത്തുള്ളൂ, ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന പ്രമാണങ്ങൾ വേറെ ഉണ്ട്. ഇങ്ങനെയാണോ ഒരു പടച്ചോന് ഒരു പ്രമാണം കൊടുത്തയക്കുക? ഇങ്ങനെ കൊടുത്തയച്ച ഒരു പ്രമാണത്തെ നമ്മളെങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കുക? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഈ പ്രമാണം കൊണ്ടുവന്നത് പടച്ചോനല്ല എന്ന് തന്നെയാണ്. ഇതിലൊരു പ്രമാണവുമില്ല, ഇതിലൊരു പുസ്തകവുമില്ല, ഇതിനകത്തൊരു വേദഗ്രന്ഥവും ഇല്ല. ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ട് 10-23 കൊല്ലം വായിൽ കൂടെ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളല്ലാതെ, അയാളുടെ ചിന്തകളും വിചാരങ്ങളും അയാളുടെ വികലമായ വിജ്ഞാനവുമല്ലാതെ ഈ പുസ്തകത്തിൽ ഒരു ചുക്കുമില്ല എന്നുള്ളതാണ്. ഈ പുസ്തകം ഒരു കോമൺ സെൻസിൻ്റെ കണ്ണ് തുറന്നുകൊണ്ട് നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. വിശ്വാസത്തിൻ്റെ മഞ്ഞക്കണ്ണടയിലൂടെ നോക്കുന്നവർക്ക് ഇതിനൊക്കെ വെളുപ്പിച്ചെടുക്കുക എന്നത് അവരുടെ ഒരു അനിവാര്യത ആയതുകൊണ്ട് എന്തൊക്കെയോ വലിയ സംഭവങ്ങളാണ് ഇത് എന്നവർ വ്യാഖ്യാനിച്ച് ഉരുണ്ട് പറഞ്ഞുണ്ടാക്കുന്നു എന്നല്ലാതെ ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല എന്നുള്ളതാണ് വാസ്തവം. 49 അതായത് അദൃശ്യമായ നിലയിൽ തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവർ, അവർ അന്ത്യസമയത്തെ സംബന്ധിച്ച് പേടിക്കുന്നവരുമാണ്. എല്ലാവരും അദൃശ്യമായ തങ്ങളുടെ ദൈവങ്ങളെ ഭയപ്പെട്ടിരുന്നവരാണ്. അപ്പോൾ ഈ അദൃശ്യമായ ഒറിജിനൽ ദൈവം ഏതാണ് എന്ന് അറിയാത്ത ഈ മനുഷ്യരോട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ആ മനുഷ്യർക്കുള്ളത്? എന്ത് പ്രയോജനമാണ് ഈ ദൈവത്തിനുള്ളത്? ആ മനുഷ്യർക്ക് ആവശ്യം ഒറിജിനൽ ആരാണ്, വ്യാജൻ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒരു മാനദണ്ഡമോ മാർഗമോ അവർക്ക് നൽകുകയാണ്. അത് കൊടുത്തിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മുടെ വിശ്വാസികളോട് തർക്കിക്കാൻ പോയാൽ അവർ പറയും മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതിയുണ്ട്, അതുകൊണ്ട് നമുക്കതൊന്നും മനസ്സിലാവില്ല എന്ന്. ഇപ്പോൾ ഈ ദൈവം പറയുന്ന മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും ഈ ദൈവത്തെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ചോദ്യം ചെയ്താൽ പറയുന്ന ഉത്തരമാണ് നമ്മുടെ യുക്തിക്ക് പരിമിതിയുണ്ട്, അതുകൊണ്ട് നമ്മളിത് അങ്ങോട്ട് വിശ്വസിച്ചാൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ പരിമിതിയുള്ള യുക്തി കൊണ്ട് എങ്ങനെയാണ് ഒറിജിനലും വ്യാജനും മനുഷ്യൻ തിരിച്ചറിയുക? ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച ഒരാൾക്ക് അയാളുടെ ദൈവം തെറ്റാണെന്ന് തിരിച്ചറിയാൻ എന്താ മാർഗമുള്ളത്? ഒരു ഹിന്ദുവായി ജനിച്ച ഒരാൾക്ക് അയാളുടെ വിശ്വാസങ്ങളും അയാളുടെ ദൈവങ്ങളും തെറ്റാണ് എന്ന് എങ്ങനെയാണ് അയാൾ മനസ്സിലാക്കുക? അയാൾക്കും ഈ ബുദ്ധിയുടെ പരിമിതി ബാധകമാണ്, ഈ ക്രിസ്ത്യാനിക്കും ബുദ്ധിയുടെ പരിമിതി ബാധകമാണ്. ഇനി ഈ ഇസ്ലാം തെറ്റാണെങ്കിൽ ഇസ്ലാം ശരിയാണ് എന്ന് ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതും അവരുടെ ബുദ്ധിയുടെ പരിമിതി കൊണ്ടാവാൻ സാധ്യതയില്ലേ? അങ്ങനെയാണ് ഈ പരിമിതമായ ബുദ്ധി കൊടുത്തിട്ട് ആ പരിമിതമായ ബുദ്ധി കൊണ്ട് ഒരു നിലക്കും തിരിച്ചറിയാൻ പറ്റാത്ത 900 ദൈവങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ ഒറിജിനൽ ദൈവം ഇതേ ടെക്നോളജിയുമായിട്ട് ഏജൻറ്റുമാരെ പറഞ്ഞയച്ചിട്ട് ആകാശത്ത് ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു തെമ്മാടിത്തം പിന്നെ വേറെ എന്താ ഉള്ളത്? ഇത്രയും വലിയ തെമ്മാടിത്തം ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ നീതിമാൻ എന്ന് വിളിക്കുക? അയാൾ എന്തിനാ തുലാസും കൊണ്ട് അവിടെ കാത്തിരിക്കുന്നത്? അയാൾക്ക് നേരെ വന്ന് നരകത്തേക്ക് ചാടിയാൽ പോരെ? ഇവിടെ ദൈവത്തെ ഭയപ്പെടുന്നവർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ അസംബന്ധമല്ലേ? കാരണം ഒരു ദൈവം ഭീകരവാദിയാണോ? സ്വന്തം സൃഷ്ടികൾ തന്നെ ഭയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭീകരവാദിയായിട്ട് എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ അല്ലെങ്കിൽ ഈ ഖുർആനിലെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അടിമ ഉടമ സമ്പ്രദായത്തിൻ്റെ കാലത്ത് ഏകാധിപതിയായിട്ടുള്ള ഒരു ഗോത്രത്തലവൻ്റെ തലയിൽ നിന്ന്, അതല്ലെങ്കിൽ ഏകാധിപതിയായ ഒരു ഗോത്രത്തലവനാവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ തലയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഏകാധിപത്യത്തിൻ്റെ സ്വരമാണ് ഇവിടെ.
ആ അടിമത്തത്തിൻ്റെ സ്വരമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെല്ലാവരും എന്നെ ഭയപ്പെടണം, രാത്രിയും പകലും നിങ്ങൾ എന്നെ കുറിച്ചോർത്ത് ഭയപ്പെട്ടുകൊണ്ടിരിക്കണം എന്നൊക്കെ ഒരു ദൈവം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ഭയപ്പെടുത്തുന്ന ഭീകരനായ കോത്താമ്പിയാണ് എന്നാണ് അർത്ഥം. എന്തേ? സ്വന്തം സൃഷ്ടികളോട് അല്പം വാത്സല്യവും സ്നേഹവും ഒക്കെ ഉള്ള അവർക്ക് കണ്ടാലും കേട്ടാലും ഇഷ്ടം തോന്നുന്ന ഒരു ദൈവമായിട്ട് ഈ ദൈവം എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടില്ല? എന്തിനാണ് ദൈവം ഭീകരനായിട്ട് വന്നത്? 50 ഇതാകട്ടെ നാം അവതരിപ്പിച്ച അനുഗ്രഹീത ബോധനമാകുന്നു, എന്നിട്ടും നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരാണോ? ഇങ്ങനെ മനുഷ്യനെ തെറി വിളിക്കുകയും മനുഷ്യനെ ചീത്ത വിളിക്കുകയും പുലഭ്യം പറയുകയും നിങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, ഇപ്പോൾ ശിക്ഷിക്കും നാളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുകയും പേടിപ്പിക്കുകയും നിങ്ങൾ എന്നെ പേടിക്കണം എന്ന് പറയുകയും പരലോകത്ത് നിങ്ങളെ നിത്യനരകത്തിലിട്ട് പൊരിക്കുമെന്ന് പറയുകയും ഞാനല്ലാത്ത വേറെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിച്ചാൽ ഞാൻ നിങ്ങളെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് യാതൊരു നിലവാരവും ഇല്ലാതെ മനുഷ്യൻ്റെ പിന്നാലെ ചീത്തയും പറഞ്ഞ് പുലഭ്യവും പറഞ്ഞ് പായ്യാരവും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരാളുടെ വാക്യങ്ങൾ എങ്ങനെയാണ് അനുഗ്രഹീതമായ അവതരണമാകുന്നത്? അനുഗ്രഹീതമായ അവതരണമാണെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു മൂല്യം വേണ്ടേ, അതിൻ്റേതായ ഒരു നിലവാരം വേണ്ടേ, അതിൻ്റേതായ ഒരു ആത്മാവ് വേണ്ടേ? ഇതൊന്നുമില്ലാത്ത ഈ വെറും പുലഭ്യം പറച്ചിലും പായാരം പറച്ചിലും എങ്ങനെയാണ് അനുഗ്രഹീതമായിട്ടുള്ള ഒരു ബോധനമാകുന്നത്? ഇതിനകത്ത് അനുഗ്രഹീതവും ഇല്ല ബോധനവും ഇല്ല. ഇത് ഒരു നിലവാരമില്ലാത്ത മനുഷ്യൻ്റെ പിച്ചും പേയും പറച്ചിൽ മാത്രമാണ് എന്നാണ് ഇത് മൊത്തം വായിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാവുക. ഈ സാമാന്യ ബുദ്ധി നമുക്ക് ദൈവം തന്ന പരിമിതിയാണെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദിയല്ല. അതിന് നമ്മളെ ശിക്ഷിക്കുന്നു എന്ന് പറയുന്നതും തെമ്മാടിത്തമാണ് എന്ന് പറയേണ്ടി വരും. 51 തീർച്ചയായും നാം മുമ്പേ ഇബ്രാഹീമിന് തൻ്റെ ഇടം നൽകുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെപ്പറ്റി നാം അറിയുന്നവരുമായിരുന്നു. ഇബ്രാഹീമിൻ്റെ കഥ ഈ അള്ളാഹു അറിഞ്ഞതൊക്കെ ഒരു പെരുങ്കൊല്ലൻ്റെ ആലയിൽ വെച്ചിട്ടാണ്. ഒരു പെരുങ്കൊല്ലൻ്റെ ആലയിൽ മുഹമ്മദ് പോയി കുത്തിരുന്ന് ബൈബിളിലെയും താൽമൂദിലെയും കഥകളൊക്കെ ആ പെരുങ്കൊല്ലനിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയപ്പോഴാണ് അള്ളാഹു ഇബ്രാഹീമിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്. ആ അറിഞ്ഞതാണ് ഇവിടെ അള്ളാഹു വിളമ്പി വെക്കുന്നത്. ആരാണ് ഈ അള്ളാഹു? ഈ പെരുങ്കൊല്ലൻ്റെ ആലയിൽ പോയിട്ട് ഈ ബൈബിൾ കഥകളെല്ലാം കേട്ട് അത് മക്കക്കാരോട് വന്ന് വിളമ്പിയിരുന്ന മുഹമ്മദ് എന്ന് പറയുന്ന അല്പജ്ഞാനി മാത്രമാണ് ഇവിടെ അള്ളാഹു എന്ന് പറയുന്നത്. തൻ്റെ പിതാവിനോടും ജനങ്ങളോടും അദ്ദേഹം നിങ്ങൾ ഭജനമിരുന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിമകൾ എന്താകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കൾ അവയെ ആരാധിച്ച് വരുന്നവരായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും വ്യക്തമായ വഴിപിഴവിലായിരിക്കുന്നു. അവർ പറഞ്ഞു, നീ ഞങ്ങളുടെ അടുക്കൽ കാര്യവുമായി വന്നിരിക്കുകയാണോ അഥവാ നീ കളിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവനാണോ? അദ്ദേഹം പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു, അവയെ പടച്ചുണ്ടാക്കിയവനാകുന്നു, ഞാൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവരിൽപ്പെട്ടവനുമാണ്. അള്ളാഹുവാണ്, നിശ്ചയമായും നിങ്ങൾ പിന്തിരിഞ്ഞു പോയതിനു ശേഷം ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളോട് തന്ത്രം പ്രയോഗിക്കുന്നതാണ്. അങ്ങനെ അവരുടെ വലിയ ഒരു വിഗ്രഹമൊഴിച്ച് അവരെ അദ്ദേഹം തുണ്ടം തുണ്ടമാക്കി. അവർ തൻ്റെ അടുക്കലേക്ക് മടങ്ങിയേക്കാമല്ലോ. അവർ പറഞ്ഞു, നമ്മുടെ ആരാധ്യന്മാരെ കൊണ്ട് ഇത് ചെയ്തവൻ ആരാണ്? നിശ്ചയമായും അവൻ അക്രമികളിൽപ്പെട്ടവൻ തന്നെ. അവർ പറഞ്ഞു, ഒരു യുവാവ് അവരെ പറ്റി പറയുന്നത് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ഇബ്രാഹിം എന്നാണ് അവന് പേര് പറയപ്പെടുന്നത്. അവർ പറഞ്ഞു, എന്നാൽ അവനെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ കൊണ്ടുവരുവിൻ, അവർ സാക്ഷ്യം വഹിച്ചേക്കാം. അവർ ചോദിച്ചു, നീയാണോ നമ്മുടെ ആരാധ്യന്മാരെ ഇത് ചെയ്തത് ഇബ്രാഹിമേ? അദ്ദേഹം പറഞ്ഞു, എന്നാൽ അത് അവരിലുള്ള ഈ വലിയവൻ ചെയ്തതാണ്. അവർ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു കൊള്ളുവിൻ. ഇതാണ് ഇബ്രാഹീമിൻ്റെ കഥയായിട്ട് ഇവിടെ പറയുന്നത്. ഈ കഥയൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. അതിൻ്റെ ചുരുക്കം ഇതാണ്. ഈ ഇബ്രാഹിം എന്ന് പറയുന്ന ചങ്ങാതി അവിടെ ഇബ്രാഹിമിൻ്റെ പിതാവിന് തന്നെ അവിടെ വിഗ്രഹങ്ങളുടെ കച്ചവടവും വിഗ്രഹങ്ങളുടെ ആരാധനയൊക്കെ ആയിരുന്നു പണി. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളൊരു അക്രമം പ്രവർത്തിച്ചു. അവിടെ അടുത്തൊരു തന്ത്രം പ്രയോഗിച്ചു ഈ ഇബ്രാഹിം എന്നാണ്. എന്താ തന്ത്രം? വലിയ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവിടെ പോയിട്ട് ഈ ഇബ്രാഹിം ഈ ചെറിയ വിഗ്രഹങ്ങളെയൊക്കെ തച്ചുടച്ച് കേടുവരുത്തി. അപ്പോൾ പിറ്റേന്ന് ഇതിൻ്റെ ആൾക്കാർ പുരോഹിതന്മാർ വന്നിട്ട് ചോദിച്ചപ്പോൾ
അവർ പറഞ്ഞു ഈ വിഗ്രഹങ്ങളൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ ഒരുത്തൻ നടന്നിരുന്നു, ഇബ്രാഹിം എന്ന് പറയുന്ന ഒരുത്തൻ എന്ന് പറഞ്ഞപ്പോൾ അവനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അത് ആ വലിയ ദൈവം മറ്റേ ദൈവങ്ങളെ ഇടിച്ചു പൊട്ടിച്ചതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ ദൈവത്തിനോട് ചോദിച്ചു നോക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുക്തിപരമായ തന്ത്രം പ്രയോഗിച്ചു വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം അവരെ ബോധ്യപ്പെടുത്താൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കഥ പറയുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ആദ്യം 53-ാമത്തെ വാക്യത്തിൽ വായിച്ച നിങ്ങളുടെ പിതാക്കൾ അവരെ ആരാധിച്ച് വരുന്നവരായിട്ടാണ് ഞങ്ങൾ കണ്ടത് എന്ന് ഈ വിഗ്രഹാരാധകർ അവരുടെ ആരാധനയ്ക്ക് ന്യായം പറഞ്ഞതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ വ്യാഖ്യാതാക്കൾ, ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾ നമുക്കിങ്ങനെ വിവരിച്ചു തരുന്ന ഒരു ഭാഗമുണ്ട്. ഞാനത് അമാനി മൗലവിയുടെ ഈ തഫ്സീറിൽ നിന്ന് ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. വിഗ്രഹാരാധനയുടെ പൊള്ളത്തരത്തെക്കുറിച്ച് തൻ്റെ നാട്ടുകാരെ അദ്ദേഹം ചിന്തിപ്പിക്കുന്നു. അല്പമൊന്ന് ചിന്തിച്ചാൽ അവർക്ക് തന്നെ യാഥാർത്ഥ്യം അറിയാനാകുമെന്ന് അദ്ദേഹം കരുതുന്നു. അങ്ങനെ അന്വേഷണ രൂപത്തിൽ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ നിത്യേന ആരാധിച്ചും പൂജിച്ചും വരുന്ന ഈ ബിംബങ്ങളെ എന്താണ്, അഥവാ അവയ്ക്ക് എന്തൊരു വിശേഷതയാണ് ഉള്ളത്? ഇവയെ ആരാധിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടുവാനാണ്? ഞങ്ങളുടെ പിതാക്കളായി അവയെ ആരാധിച്ചു വരുന്നു, അത് പാരമ്പര്യമായി ഞങ്ങളും പിൻപറ്റിപ്പോരുന്നു. ഇതാണ് അവരുടെ മറുപടി. അത്രമാത്രം. ഇനി കേട്ടോളൂ. അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും അടിയുറച്ചവർ തങ്ങളുടെ നിലപാട് ന്യായീകരിക്കുവാൻ എക്കാലത്തും അവലംബമായി എടുക്കാറുള്ള ഒരു മാർഗമാണിത്. പൂർവീകന്മാരുടെ അനുകരണവാദം ദീർഘകാലത്തെ പഴക്കമുണ്ടെന്ന് വെച്ചോ വളരെ ആളുകൾ സ്വീകരിച്ചു വരുന്നത് കൊണ്ടോ ഒരു കാര്യവും മതകാര്യം വിശേഷിച്ചും ന്യായീകരിക്കപ്പെടാവുന്നതല്ല. മറ്റൊരാളുടെ അഭിപ്രായവും നടപടിയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് ബുദ്ധിഹീനതയും ഉത്തരവാദിത്ത ബോധമില്ലായ്മയുമാകുന്നു. ഖുർആനിൽ പലയിടത്തും ഈ അനുകരണവാദത്തെ അധിക്ഷേപിച്ചു കാണാം. ഇബ്രാഹിം തൻ്റെ ജനങ്ങളോട് പറഞ്ഞ മറുപടി നോക്കുക. നിങ്ങൾ സ്വീകരിച്ചു വരുന്ന ഈ സമ്പ്രദായം തനി ദുർമാർഗമാണ്. നിങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് നിങ്ങൾ വഴിപിഴവിലായിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കളും അത് സ്വീകരിച്ചു വന്നിരുന്നുവെങ്കിൽ അവരും ദുർമാർഗത്തിലായിരുന്നു എന്നല്ലാതെ പാരമ്പര്യമായി അനുവർത്തിക്കപ്പെടുന്നത് കൊണ്ട് ഇത് സന്മാർഗമായി തീരുകയില്ല എന്നത്രേ മറുപടിയുടെ സാരം. വിഗ്രഹാരാധനയിലേക്ക് പോലും മനുഷ്യനെ വലിച്ചിഴക്കുവാൻ കാരണം ലക്ഷ്യം നോക്കാതെയുള്ള അനുകരണമാണെന്നും ആ ദുസ്വഭാവം മനുഷ്യനെ മറ്റെന്ത് ദുർമാർഗത്തിലേക്ക് നയിക്കുകയില്ല. അനുകരണവാദികളുടെ കൂട്ടത്തിൽ വിഗ്രഹാരാധകന്മാർ ഉൾപ്പെടുന്നുവെന്ന ഒരേ ഒരു വസ്തുത ഓർക്കുമ്പോൾ അതെത്രമാത്രം നിന്ദ്യവും ലജ്ജാവഹവുമാണ്. അങ്ങനെ വിഗ്രഹാരാധനയ്ക്ക് ന്യായമായിട്ട് അന്നത്തെ ആളുകൾ ഇബ്രാഹിമിൻ്റെ മുമ്പിൽ പറഞ്ഞു എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെയാണ് ഇവിടെ വിശദീകരിച്ച് നമ്മൾ വായിച്ചത്. ഇത് തന്നെയാണ് കൂട്ടരെ നമുക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും കെട്ടുകഥകളും ഒക്കെ വിശ്വസിച്ച് പോരുന്നതിന് നിങ്ങൾ പറയുന്ന ന്യായവും ഈ ഇബ്രാഹിമിൻ്റെ കാലത്ത് അന്നത്തെ ആളുകൾ ഇബ്രാഹിമിനോട് പറഞ്ഞു എന്ന് പറയുന്ന ന്യായവും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? ഇത് പരിശോധിച്ചിട്ടാണോ ഇവിടെ മുസ്ലിങ്ങളൊക്കെ ഈ ഖുർആനിൽ വിശ്വസിക്കുന്നത്, ക്രിസ്ത്യാനികളൊക്കെ ബൈബിളിൽ വിശ്വസിക്കുന്നത്? അതല്ലെങ്കിൽ ഏതെങ്കിലും മതക്കാർ അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നത്? അതൊക്കെ പരിശോധിച്ചിട്ട് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തി ബോധ്യപ്പെട്ടതിന് ശേഷമാണോ? അങ്ങനെ ഉറപ്പുവരുത്താനും ബോധ്യപ്പെടുത്താനും കഴിയുന്ന എന്തെങ്കിലും തെളിവുകളോ ദൃഷ്ടാന്തങ്ങളോ ഇതിലേതെങ്കിലും മതക്കാരുടെ കയ്യിലുണ്ടോ? ഈ പായ്യാരം പറയുന്ന ഖുർആൻ വെച്ചിട്ട് ഇത് ദൈവത്തിൻ്റെ വെളിപാടാണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നതിനും ഈ പറഞ്ഞ ഒരൊറ്റ കാരണമേ ഉള്ളൂ. നിങ്ങളുടെ വാപ്പിയമ്മയും വിശ്വസിച്ചിരുന്നു, അവരുടെ വാപ്പിയമ്മയും വിശ്വസിച്ചിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ പരമ്പരാഗതമായി വിശ്വസിച്ച് പോന്നിരുന്നു. അവർ കുറേ ആരാധിച്ചും ആദരിച്ചും പോന്നിരുന്നു. അതിനെ നിങ്ങളും അതുപോലെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ അനുകരിക്കുന്നവർ തെറ്റാണ് എങ്കിൽ അത് ഈ പറയുന്ന മതത്തിനും ഈ പറയുന്ന ഖുർആനും ഈ ഖുർആനിൽ പറയുന്ന പൊട്ടക്കഥകൾക്കും ബാധകമല്ലേ? അത് ബാധകമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ കഥ ശരിയാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോൾ ഈ ഇബ്രാഹിമിൻ്റെ കഥ പറഞ്ഞ മണ്ടത്തരങ്ങളൊക്കെ തന്നെയല്ലേ ഇതിനകത്തുള്ളത്? വിഗ്രഹാരാധനയെക്കുറിച്ച് കുറ്റം പറയാൻ ഇബ്രാഹിമിൻ്റെ കഥയാണ് ഇവിടെ വിവരിക്കുന്നത്. എന്നാൽ ഈ ഇബ്രാഹിം ഉണ്ടാക്കി വെച്ചു എന്ന് പറയുന്ന ഒരു കരിങ്കൽ മണ്ഡപത്തെ വിഗ്രഹമാക്കി വെച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇന്നും നിസ്കരിക്കുകയും ഹജ്ജ് ചെയ്യുകയും ഉംറ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ അനുഷ്ഠാനങ്ങളും നടത്തുന്നതും വിഗ്രഹാരാധന തന്നെയാണ്. ആ വിഗ്രഹാരാധനയ്ക്ക് ന്യായമായി പറയുന്നത് ഈ ഇബ്രാഹിം അവിടെ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് എന്ന് പറയുന്നത്. എന്താ വിഗ്രഹം എന്ന് പറഞ്ഞാൽ? വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് മീഡിയേറ്റർ ആക്കിക്കൊണ്ട് മനുഷ്യൻ എന്തെങ്കിലും ഒരു സാധനം മുന്നിൽ വെക്കുന്നതിനാണ്. അതന്നെയല്ലേ നിങ്ങളുടെ കഅബ. ആ കഅബയിൽ വെച്ചിട്ടുള്ള ഹജറുൽ അസ്വദ്,
ആ കഅബക്ക് ചുറ്റുമുള്ള കല്ലുകൾ, അവിടെ പോയിട്ട് കല്ലെറിയാനും അവിടെ പോയിട്ട് വട്ടം ചുറ്റാനും അവിടെ പോയിട്ട് മൃഗബലി നടത്താനും മൊട്ടയടിക്കാനും ഒക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ മുഴുവനും മറ്റെല്ലാ മതക്കാരും ചെയ്യുന്ന വിഗ്രഹാരാധനയിൽ നിന്ന് എന്ത് വ്യത്യാസമുള്ളത്? ദൈവം സർവ്വവ്യാപിയാണ്, അല്ലെങ്കിൽ ആകാശത്താണ് എന്നാണ് പറയുന്നത്. ആകാശത്തിരിക്കുന്ന ദൈവത്തിന് എന്തിനാണ് ഈ കഅബ എന്ന് പറയുന്ന ഒരു കരിങ്കല്ലിൻ്റെ മണ്ഡപത്തിൻ്റെ ഒരു ക്യൂബിൻ്റെ മുമ്പിലേക്ക് നെറ്റിക്കുത്തിയിട്ട് ആരാധിക്കുന്നത്? എന്തിനാണ് അവിടെ ഒരു കരിങ്കല്ല് പ്രതിഷ്ഠിച്ചിട്ട് ആ കരിങ്കല്ലിൽ നിന്ന് ആ കരിങ്കല്ല് മണ്ഡപത്തെ വട്ടം ചുറ്റുന്നത്? എന്തിനാണ് അവിടെ വേറൊരു കല്ലുമ്മ പോയിട്ട് കല്ലെടുത്തെറിയുന്നത്? ഇതല്ലേ വിഗ്രഹാരാധന എന്ന് പറയുന്നത്? ലോകത്ത് നടക്കുന്ന എല്ലാ മതക്കാരുടെയും വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ചിലർ ശില്പങ്ങൾ ഉണ്ടാക്കി വെക്കും, ചിലർ വെറും കല്ലുണ്ടാക്കി വെക്കും, ചിലർ വെറുതെ ഒരു മണ്ഡപം ഉണ്ടാക്കി വെക്കും, ചിലർ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വേറെ എന്തെങ്കിലും ഒരു കല്ല് പെറുക്കി വെക്കും. അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നതിനാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. ഇവരാരും പ്രാർത്ഥിക്കുന്നത് ആ വെച്ചിട്ടുള്ള സാധനത്തോടല്ല. അങ്ങനെയാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ ആ വ്യാഖ്യാനം തെറ്റാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്കും അത് ബാധകമാണ്. കഅബയോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, കഅബയിലൂടെയുള്ള അജ്റുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലും കഷ്ണത്തിനോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാലും അത് വിഗ്രഹാരാധന തന്നെയാണ്. അള്ളാഹു എന്ന് പറയുന്ന ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ അയാളോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പ്രത്യേക ഒരു ദിശയോ ഒരു പ്രത്യേക ഒരു മണ്ഡപമോ അല്ലെങ്കിൽ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ഒരു ആരാധനാലയമോ ആവശ്യമില്ല. ലോകത്തെ എവിടെ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞ് ഏത് ഭാഷയിൽ എങ്ങനെ പ്രാർത്ഥിച്ചാലും അതൊക്കെ ദൈവത്തിലെത്തും. കാരണം ദൈവം എല്ലായിടത്തും ഉണ്ട്. ദൈവത്തിന് എല്ലാം മനസ്സിലാവും. എല്ലാം മനസ്സിലാവുകയും എല്ലാം കേൾക്കുകയും എല്ലായിടത്തും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദൈവത്തിനെ ആരാധിക്കാൻ എന്തിനാണ് കഅബ, എന്തിനാണ് ഹജറുൽ അസ്വദ്, എന്തിനാണ് കിബില? അതിൻ്റെ തന്നെ വിഗ്രഹാരാധന എന്ന് പറയുന്നത്. ആ വിഗ്രഹം ഉണ്ടാക്കി വെച്ചത് ഇബ്രാഹിമാണെന്ന് പറയുന്നു. ആ ഇബ്രാഹിം തന്നെയാണ് വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം നമുക്ക് യുക്തിപരമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ കഥയൊക്കെ നമ്മളോട് പറയുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണ് ഇതിനകത്തുള്ളത്. ഇബ്രാഹിം ഉണ്ടാക്കി വെച്ച ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലേക്ക് പ്രാർത്ഥിക്കുകയും ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ പോയിട്ട് വട്ടം ചുറ്റി അവിടെ തിക്കും തിരക്കുണ്ടാക്കി എത്രയോ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഈ കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കുന്നത് വിഗ്രഹാരാധന അല്ല എന്ന് നിങ്ങൾ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പറയുക? അത് വിഗ്രഹാരാധന അല്ലെങ്കിൽ പിന്നെ ലോകത്ത് എവിടെയാണ് വിഗ്രഹാരാധന ഉള്ളത്? ആരാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നത്? എല്ലാ വിഗ്രഹാരാധനയും ഇതേപോലെ തന്നെയാണ്. ആരും ആ വിഗ്രഹത്തിലുള്ള കല്ലിനെയോ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിലുള്ള ലോഹത്തിനെയോ അതിനകത്തുള്ള മെറ്റീരിയലിനെ അല്ല ആരാധിക്കുന്നത്. അതിലൂടെ അവർ ദൈവത്തെ സങ്കല്പിച്ചിട്ട് ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അവരവരുടേതായ പാരമ്പര്യ ദൈവങ്ങളോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് തന്നെയല്ലേ മുസ്ലിങ്ങളും ചെയ്യുന്നത്? പിന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വിഗ്രഹാരാധനയെ കുറ്റപ്പെടുത്താൻ എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത്? ഇവിടെ പാരമ്പര്യവാദത്തെയും അനുകരണവാദത്തെയുമാണ് കുറ്റപ്പെടുത്തുന്നത്. ഈ മുസ്ലിങ്ങളോളം പാരമ്പര്യവും അനുകരണവും തുടരുന്ന വേറെ ആരാ ലോകത്തുള്ളത്? ഒരു മാറ്റവും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് നേരെ പോലും പുറംതിരിഞ്ഞുകൊണ്ട് ഒരു പരിഷ്കരണത്തിനും അനുവദിക്കാതെ മറ്റു മതങ്ങളൊക്കെ പരിഷ്കരിച്ച് കാലത്തിനൊപ്പം മുന്നേറുമ്പോൾ അതിനുപോലും അനുവദിക്കാതെ ഞങ്ങളുടെ കാരണവന്മാരെ 10-14 നൂറ്റാണ്ടായി ചെയ്തു വരുന്നത് ഇതാണ് എന്നും പറഞ്ഞുകൊണ്ട് അതുതന്നെ അനുകരിച്ചു പോരുന്നവരാണ് ഇവിടെ അനുകരണത്തിൻ്റെ ശാസ്ത്രം വിശദീകരിച്ചുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, എൻ്റെ നിർദ്ദേശം ഇതാണ്. അനുകരിച്ചു പോരുന്നത് തെറ്റാണെങ്കിൽ, വിഗ്രഹാരാധന തെറ്റാണെങ്കിൽ മുസ്ലിങ്ങൾ അനുകരിക്കുകയാണോ ചെയ്യുന്നത്, മുസ്ലിങ്ങൾ വിഗ്രഹാരാധന നടത്തുകയാണോ ചെയ്യുന്നത് എന്ന് ഒന്ന് പുറംതിരിഞ്ഞ് നിന്നിട്ട് അല്പനേരം ആലോചിച്ച് നോക്കൂ. ആലോചിച്ച് നോക്കിയാൽ ഈ ഇബ്രാഹിമിൻ്റെ ജനതയെക്കുറിച്ച് ഇവിടെ ഈ പറഞ്ഞ അതേ ആരോപണം അതേ അളവിൽ മുസ്ലിങ്ങൾക്കും ബാധകമാണ് എന്ന് മനസ്സിലാവും. കാലഹരണപ്പെട്ട അന്ധവിശ്വാസങ്ങളും കാലഹരണപ്പെട്ട ദൈവസങ്കല്പങ്ങളും കാലഹരണപ്പെട്ട ധാർമ്മിക മൂല്യങ്ങളും വിളമ്പുന്ന ഈ പുസ്തകവും ഈ പുസ്തകത്തെ ആധാരമാക്കി കെട്ടിപ്പൊക്കിയിട്ടുള്ള ഈ മതവും എന്നോ കാലത്തിൻ്റെ ചവറ്റുകുഴിയിൽ വലിച്ചെറിയേണ്ടതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. ഈ പറഞ്ഞ ഉപദേശം, ഇപ്പോൾ നമ്മളോട് പറഞ്ഞ ഈ ഉപദേശം നമ്മൾ സ്വയം സ്വീകരിക്കുകയാണെങ്കിൽ, ഇതാണ് വിശ്വാസികളായ ആളുകളോട് ഈ ഇബ്രാഹിമിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.